ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം എല്ലാവരെയും ഞാൻ ഈ ഒരു സെക്ഷനിലേക്ക്, ഒരു ഓറിയന്റേഷൻ സെക്ഷനിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്യാണ്. ഇപ്പോ പൊളിറ്റിക്കൽ സയൻസിന്റെ നെറ്റ് JRF-നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നോർമലി എല്ലാവരും എങ്ങനെ ജയിക്കാന്നാണ് ആദ്യം പറഞ്ഞു തുടങ്ങുക. പക്ഷെ ഞാൻ അങ്ങനെ കടക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ജയിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും പ്രധാനം ആളുകൾ എന്തുകൊണ്ട് തോറ്റുപോകുന്നു എന്നതിലാണ്. ഇത് നോർമലി ഒരു പരീക്ഷ കഴിഞ്ഞ അതിന്റെ 6% മാത്രം ആളുകൾ നെറ്റ് പാസ്സാകുകയും പരീക്ഷ എഴുതിയതിന്റെ 1% ആളുകൾക്ക് മാത്രം JRF കിട്ടുകയും ചെയ്യുന്നൊരു പരീക്ഷയാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ നോക്കുവാണെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം പാസ്സാകുന്ന ഒരു പരീക്ഷയാണത്. പക്ഷെ ഇത് മറ്റ് എക്സാമുകളെ പോലെ റാങ്ക് വൈസ് ആയിട്ട് തരംതിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ക്വാളിഫൈഡ് എക്സാമാണ്. നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് ഏത് റാങ്ക് ലിസ്റ്റിലോട്ട് വരുന്നു എന്നതൊരു മാറ്റർ അല്ല. ഇപ്പൊ ക്വാളിഫൈഡ് എക്സാംസുകൾ ഹാവിങ് എ ഡിഫറെന്റ്, അതിന് വേറെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന റാങ്ക് മാറ്റർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന അപ്രോച്ച് ആണോ പ്രോപ്പറായിട്ടും ഒരു നെറ്റ് എക്സാമിന് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്നാ പറയാം. കോമ്പറ്റീറ്റീവ് എക്സാമിൽ കൂടെയുള്ള ആളുകളെ മുഴുവൻ തോൽപ്പിച്ച് ജയിപ്പിക്കുക എന്ന് പറയുന്നൊരു കോമ്പറ്റീഷൻ അതിലുണ്ട്. ഈ നെറ്റ് പോലത്തെയുള്ള ക്വാളിഫയിങ് എക്സാമുകൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 1ാം റാങ്കോ 2ാം റാങ്കോ എത്തണം എന്നല്ല, നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന മിനിമം ക്രൈറ്റീരിയ കടക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. പക്ഷേ എന്റെ സജഷൻസ് എപ്പോഴും ആ മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1% ആൾക്കാർ അല്ലെങ്കിൽ 1.5%, 2%-ന്റെ മാത്രം ആൾക്കാർ പാസ്സാവുന്ന JRF-ന്റെ കട്ട് ഓഫ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തുകൊണ്ട് ആൾക്കാർ തോക്കുന്നു എന്നതിനെ പറ്റി ആദ്യം നോക്കാം. നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ഒരു ചുറ്റുപാടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആക്സസിബിലിറ്റി കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഗാദർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറയപ്പെടുന്ന ഗൂഗിൾ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെർച്ച് എഞ്ചിൻസ് വഴിയാണെങ്കിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന AI ടൂളുകൾ, ChatGPT, ക്ലോഡ് പോലത്തെ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരുപാട് ഇൻഫോർമേഷൻസുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ആക്സസിബിലിറ്റി ടുവേർഡ്സ് ഇൻഫോർമേഷൻ ഈസ് എ വെരി ഗുഡ് തിങ്സ്. പക്ഷെ നെറ്റ് എക്സാമിന്റെ പേഴ്സ്പെക്റ്റീവ്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിന് ഗുണം മാത്രമല്ല, കുറച്ച് ദോഷവശങ്ങളുണ്ട്. ഒരുപാട് ഗുണവശങ്ങളുണ്ട്, എന്നാൽ അതിൽ ചെറിയൊരു വിഭാഗം ദോഷവശങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഓവർലോഡ് ആകുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒരു വിഷയത്തെ പറ്റി അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവും, അത് ആവശ്യമാണ്. ഡീപ്പർ നോളജ് അബൌട്ട് എ പർട്ടിക്കുലർ സബ്ജക്ട് ഈസ് വെരി മച്ച് റിക്വയർഡ് ഫോർ ഡൂയിങ് റിസർച്ച് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ നെറ്റിന് ആ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് പറയില്ല. നിങ്ങൾക്ക് ഒരു ഏരിയ മാത്രം എക്സ്പെർട്ടൈസ്ഡ് ആകുന്നത് കൊണ്ട് ഈ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാ ഏരിയയിലും ധാരണ ഉണ്ടാകുകയും വേണം. അതിന്റെ ഒരു ഡീപ്പർ അല്ലെങ്കിലും കുറച്ചൊരു ഡീപ്പർ എത്തുന്നില്ലെങ്കിലും അതിന് മുകളിൽ ഒരു ലെവലിലേക്കെങ്കിലും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോ ഒന്നാമത്തെ സാധനം അത്തരം ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു പർട്ടിക്കുലർ സാധനം വളരെ ഡീപ്പറായിട്ട് പോവുക എന്നുള്ളതല്ല, സിലബസ് വരുന്ന എല്ലാ ഏരിയസും കവർ ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ പ്രയോറിറ്റി. രണ്ടാമത്തത് ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. നിങ്ങളൊരു വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ നെറ്റിന് ആവശ്യമുള്ളതും ചിലപ്പോൾ നെറ്റിന് ഒരു തരത്തിലും സ്വാധീനിക്കാൻ സാധ്യതയില്ലാത്തതുമായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഫീഡ് ചെയ്യും. പക്ഷെ നെറ്റിന് പഠിക്കുന്ന സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. അത് കുറച്ച് ഇൻഫോർമേഷൻസുകളൊന്നും നമുക്കങ്ങനെ ടേക്ക് അവേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെ ഇൻഫോർമേഷൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് ഞാൻ ഇതിന് ശേഷം പറയാം. ഒരുപാട് ഇൻഫോർമേഷൻസ് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫോർമേഷൻ ഓവർലോഡ് ആവുന്നതാണ് ഒരു നെറ്റ് തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.
രണ്ടാമത്തത് നോ കോൺസെപ്ച്വൽ മാപ്പിംഗ്. ഒന്ന്, കോൺസെപ്റ്റിനെ പറ്റി ഒരു തരത്തിലും ധാരണ ഇല്ലാതിരിക്കുക. ഇപ്പൊ കോൺസെപ്റ്റിനെ പറ്റി ധാരണ ഉണ്ടെങ്കിലും ആ പർട്ടിക്കുലർ കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ സ്കോളേഴ്സ് അവരാരാണെന്ന് അറിയാതിരിക്കുക, അവരുടെ ആർഗ്യുമെന്റ്സ് എന്താണെന്ന് അറിയാതിരിക്കുക, അവരുടെ സ്കൂൾ ഓഫ് തോട്ട് എന്തെന്ന് അറിയാതിരിക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ റൈറ്റിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിബർട്ടിയെ പറ്റിയും പഠിക്കാൻ പറ്റും. ഇത് രണ്ടും കണക്റ്റഡ് ആണ് ഈ കോൺസെപ്റ്റുകൾ തമ്മിൽ. കാറൽ മാർക്സിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രാംഷിയെ പഠിക്കാൻ പറ്റും. ബിക്കോസ് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പൊ കോൺസെപ്റ്റുകൾ പല മേഖലകളിലേക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ആ ഓവർലാപ്പിംഗ് മനസ്സിലാക്കിയതിനു ശേഷം അവ തമ്മിലൊരു മാപ്പിംഗ് നടത്തുക, അവ തമ്മിൽ ഒരു ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഏരിയാസ് വർക്ക് ലോഡ് ഇല്ലാതെ കവർ ചെയ്യാൻ പറ്റും. കാരണം ഒരു നെറ്റ് എക്സാം എന്ന് പറയുന്നത് ശരി ഉത്തരം കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെയാണ് തെറ്റി എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒരു പർട്ടിക്കുലർ സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് മാർക്സിസം സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റിയാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 3 ഓപ്ഷൻ ഉള്ളത് മാർക്സിസ്റ്റ് സ്കൂൾ ഓഫ് തിങ്കേഴ്സ് അല്ല, മറിച്ച് ലിബറലോ കൺസർവേറ്റീവോ ആയ തിങ്കേഴ്സ് ആണ് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിച്ച, നിങ്ങൾക്ക് ബാക്കി വരുന്ന ഒരൊറ്റ ഉത്തരമായ മാർക്സിസത്തിലേക്ക് നിങ്ങൾക്ക് ആ ഉത്തരം അറിയില്ലെങ്കിലും ആ ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ 2 വഴിയാണുള്ളത്. തെറ്റുകളെ കണ്ടുപിടിക്കുക, ശരി ഏതെന്ന് തീരുമാനിക്കുക. ശരി ഏതെന്ന് അറിയില്ലെങ്കിലും തെറ്റാവാൻ സാധ്യതയുള്ളത് ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു നെറ്റ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മൾട്ടിപ്പിൾ കോൺസെപ്റ്റുകളെ പറ്റിയുള്ള ധാരണ വേണം. ഫോർ എക്സാമ്പിൾ ലിബറലിസത്തെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിബർട്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇവ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഈ ലിബർട്ടിയിലും ലിബറലിസത്തിലും ഒരുപാട് സ്കോളേഴ്സ് ഇന്റർ കണക്ട് ചെയ്തിരിക്കുക. അവിടെയും ഇവിടെയും ആ സ്കോളേഴ്സ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടാവും. അവരാരെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത്, വിഷയത്തെ പറ്റി വലിയ ധാരണകൾ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വിഷയത്തെ പറ്റി അറിയായ്മയുടെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. പക്ഷെ ആ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക എന്നതിനെ പറ്റി യാതൊരുവിധ ധാരണയില്ല. എങ്ങനെ ചോദ്യം വരും, ഈ ചോദ്യങ്ങൾ എങ്ങനെ, നമ്മൾ പഠിച്ച വിഷയത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത് എന്നതിനെ പറ്റി ഒരു തരത്തിലും ഒരു ധാരണ ഇല്ലാതിരിക്കുക. അത് പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക, ഇന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എക്സാം നടത്തുന്ന NTA ആണ്. NTA നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ NTA സ്ഥാപനം ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ NTA ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം, ഇയർ ചോദിക്കാം, മേജർ ആർഗ്യുമെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെന്റൻസ് എന്നിട്ട് ഏത് സ്കോളർ ആണെന്ന് ചോദിക്കാം. അത്തരത്തിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നതിനെ പറ്റി മനസ്സിലാക്കാതിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാൽ വിഷയം നന്നായിട്ട് അറിയാം, വിഷയത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് മൂന്നുമാണ് ഞാൻ പ്രധാനമായും കണ്ടിരിക്കുന്ന ഒരു നെറ്റ് ഫെയിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, ഇൻഫർമേഷൻ ഓവർലോഡ്. 2, കോൺസെപ്ഷൻ മാപ്പിംഗ് ഇല്ലാതിരിക്കുക. പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന ആന്റിസിപ്പേഷൻ ഇല്ലാതിരിക്കുക. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ, അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ് വെൽ. സിലബസ് എടുത്ത് വെക്കുക, സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. 10 യൂണിറ്റ് ആണുള്ളതെങ്കിൽ 10 യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ആരെ പറ്റിയൊക്കെ പഠിക്കണം, ഏതൊക്കെ മേഖലകൾ കവർ ചെയ്യണം, പൊളിറ്റിക്കൽ തോട്ട് ആണെങ്കിൽ ആരൊക്കെ, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് ആണെങ്കിൽ ആരൊക്കെ, ഇന്റർനാഷണൽ റിലേഷൻ ആണെങ്കിൽ ആരൊക്കെ, കമ്പാരിറ്റീവ് സ്റ്റഡീസ് ആണെങ്കിൽ എന്തൊക്കെ ഏരിയാസ്, എന്തൊക്കെ സ്കോളേഴ്സ്, എന്തൊക്കെ വാദങ്ങൾ, എന്തൊക്കെ ഏരിയാസ് കവർ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതെങ്ങനെ. അങ്ങനെ സിലബസ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. 10 യൂണിറ്റ് ആണെങ്കിൽ 10 യൂണിറ്റിൽ വരുന്ന ഏരിയാസ് എങ്ങനെയാണ്, ഏതൊക്കെ സ്കൂൾ ഓഫ് തോട്ടുകളാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ സ്കോളേഴ്സിനെ പറ്റിയാണ് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഐഡിയോളജീസിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ UGCയുടെ വെബ്സൈറ്റിൽ നിന്നും സിലബസ് ഡൗൺലോഡ് ചെയ്ത് സിലബസിനെ നന്നായി
പഠിക്കുക എന്നതാണ് ആദ്യത്തെ പ്രിപ്പറേഷൻ. അതിനുശേഷം മാത്രമേ ഏതൊരു സ്റ്റേജിലേക്കും കടക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഈസ് നത്തിങ് ബട്ട് അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് വെൽ. നല്ല ഐഡിയ ഉണ്ടാക്കിയെടുക്കുക സിലബസിനെ പറ്റി. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. സിലബസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഉത്തരം അറിയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ, അതാ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളുടെ അടുത്തൊരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എത്ര അങ്ങ് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് എടുക്കുക. ഒരു വർഷത്തല്ല, ഒരു ടേമിലെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് എടുക്കുക. അതങ്ങ് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പരിശോധിക്കുക. ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ ഏതൊക്കെ ഏരിയയിലാണ് സ്ട്രോങ്, ഞാൻ ഏതൊക്കെ ഏരിയയിലാണ് വീക്ക്, ഞാൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഞാൻ ഏതൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ, ലൈക്ക് ഇതിന് ടൈം സ്കെഡ്യൂൾ ഉണ്ട്, അതിനുള്ളിൽ തീർക്കുന്നുണ്ടോ, പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസുകൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഏതാണ് ഉത്തരം, ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആര്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്ത്, നിങ്ങളുടെ വീക്ക്നെസ് എന്ത്, നിങ്ങൾ ഏതൊക്കെ ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് സിലബസ് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ, അതെന്തുമായിക്കോട്ടെ, അത് നോക്കാതെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓരോ എക്സാമിനും ഓരോ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഒരു പാറ്റേണിന്റെ ഒരു റിപ്പീറ്റേഷൻസ് എല്ലാ എക്സാമിനും ഉണ്ട്. അത് നമ്മൾ UPSC മുതൽ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാൽ ഒരു സം സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ സ്റ്റൈൽ ഉണ്ട്. ചിലപ്പോൾ എത്ര ഇയർ ചോദിക്കാം, എത്ര സ്കോളേഴ്സിനെ പറ്റി ചോദിക്കാം, എത്ര ഐഡിയാസ് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ റെഡിയാക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ അസേഷണൽ റീസണിങ് ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 4 കൊല്ലത്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ആവും. ഓക്കെ, അത് നിങ്ങൾക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈൽ ഡൂയിങ് ദിസ് ലൈക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദർ ഇസ് സം സോർട്ട് ഓഫ് പാറ്റേൺ ബിഹൈൻഡ് ദിസ് എക്സാം. അതെന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവീൽ ചെയ്യും. കാരണം ക്വസ്റ്റ്യന്റെ ടൈപ്പ്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യനിലെ ആൻസർ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊരു എക്സാമിന് ഒരു പാറ്റേൺ ഉള്ളതുപോലെ നെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തത്, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു 10 യൂണിറ്റ് സിലബസ് ആണുള്ളത്. ഇതിൽ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ഈ കോൺസെപ്റ്റുകളിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിനൊരു പരിമിതി ഉണ്ട്. ഒരു പരിധി കൂടുതൽ ചോദ്യം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിനൊരു ത്രഷോൾഡ് ഉണ്ട്. ലൈക്ക് ദർ ആർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം. ഇനി എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇറ്റ് മസ്റ്റ് ഹാവ് എ ത്രഷോൾഡ്. അതിനൊരു ത്രഷോൾഡ് ഉണ്ട്. ആ ത്രഷോൾഡിൽ എത്തുന്നവരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ലിബറലിസത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ ലിബറലിസം എന്ന് പറയുന്ന ഒരു പുതിയ ഐഡിയ ആണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ല. ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നും ഇല്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ലിബറലിസം ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു ത്രഷോൾഡ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്താ ചെയ്യാൻ പറ്റുക? പുതിയ ക്വസ്റ്റ്യൻസ് ഇവർക്ക് ആകാശത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. സോ ദർ വിൽ യൂസ് ദ ഓൾഡ് ക്വസ്റ്റ്യൻ അഗെയിൻ. അപ്പൊ പഴയ ക്വസ്റ്റ്യൻസ് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. അത് ഏതൊരു എക്സാമിനാണെങ്കിലും സംഭവിക്കും. നെറ്റിന് അത് സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. സംടൈംസ് ക്വസ്റ്റ്യൻസ് അതേപടി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഒരു റിയൽ ഫിനോമിനയാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വിൽ ആസ്ക് അഗെയിൻ. അത് ചോദിക്കും, വീണ്ടും ചോദിക്കാനുള്ള സാധ്യത. അത് അതേപടി ചോദിച്ചില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും. മൂന്നാമത്തെന്ന് പറയുന്നത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. ഈ ഒരു വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് അതിനെ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും.
പക്ഷെ ആ കോൺസെപ്റ്റിന് ക്ലിയർ ആയ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നിർബന്ധമില്ല. നമുക്ക് തന്നെ കൺഫ്യൂഷൻസോട് കൂടിയായിരിക്കും നമ്മൾ പഠിക്കാൻ. ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം പഠിച്ചു, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വർദ്ധിക്കുന്നത് ഈ പഠിച്ച കാര്യം ക്വസ്റ്റ്യനിലൂടെ ആപ്ലിക്കേഷൻ നടത്താൻ മാത്രമല്ല, മറിച്ച് ക്വസ്റ്റ്യൻ വഴി നമ്മൾ പഠിച്ച കോൺസെപ്റ്റിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനും സാധിക്കും. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊരു തിയറി അല്ലെങ്കിൽ ഒരു വിഷയത്തെ അതിന്റെ പ്രാക്ടിക്കൽ ലെവലിൽ അപ്ലൈ ചെയ്യാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയി വരും, നമ്മൾ ചെയ്യുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിനെ പറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നാലാമത്തത്, വിച്ച് ഈസ് വെരി ഒബ്വിയസ്, ഏതൊരു സിലബസ് ആണെങ്കിലും വളരെ വെരി ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ടാവും, എന്നാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഏരിയ ഉണ്ടാവും. അങ്ങനെ പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വി ക്യാൻ ഐഡന്റിഫൈ വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ. ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 5 ഒബ്വിയസ്ലി ഇത് നമ്മുടെ എക്സാമിനേഷൻ സ്കില്ലിനെ വല്ലാതെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ 6ാമത്തത് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. ലൈക്ക് നമുക്കൊരു നമുക്കെന്താ പറയാ, എങ്ങനെ വരും അല്ലെങ്കിൽ അതിന്റെ പേടി എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒന്ന്, സിലബസ് നന്നായി പഠിക്കുക. 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി ചെയ്യുക. ഇതാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിന് നല്ല സമയം എടുക്കും. സിലബസ് പഠിക്കാനല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആ സമയം ഒരിക്കലും അയ്യോ എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ അപ്പൊ അതെന്താണോ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചു, ഇപ്പോ ഹെജിമണി എന്ന കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്, ഇപ്പൊ ഗ്രാംഷിയാണ്, നിങ്ങൾ ആൻസർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഗ്രാംഷിന്റെ ഹെജിമണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്നും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കണം അതിന്റെ കൂടെ തന്നെ. അങ്ങനെ വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ. അല്ലാതെ ഓക്കെ ഹെജിമണി എന്ന് പറഞ്ഞ ഗ്രാംഷിയാണ് അങ്ങനെ പഠിച്ചു പോകരുത്. അങ്ങനെ പഠിച്ചു പോയാൽ ശരിയാകണമെന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യനെ പറ്റി കുറച്ച് രീതിയിലുള്ള ചുറ്റും അതുമായി ബന്ധപ്പെട്ട മറ്ററിവുകൾ കൂടി ലൈക്ക് സ്റ്റോർ ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയില്ല, ഒരു മത്സരത്തിൽ നിൽക്കാൻ സാധിക്കില്ലേ? ഓട്ട മത്സരത്തിന് മുമ്പ് നല്ല സ്റ്റാൻഡിങ് കിട്ടുന്നില്ലേ? അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ബേസിക്കലി ഇതിൽ 2 പേപ്പറാണല്ലോ ഉള്ളത്. ഒന്ന് പേപ്പർ 1 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പേപ്പർ 2 എന്ന് പറയുന്നതാണ്, അതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 100 മാർക്കായിരിക്കും, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും. ആ പേപ്പർ 1ലേക്ക് ഞാൻ കടക്കുന്നില്ല. പേപ്പർ 1നെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പേപ്പർ 2 എടുക്കാം. പേപ്പർ 2 ആണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. പേപ്പർ 2 ആക്ച്വലി 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 200 മാർക്കാണ്. MCQ മാത്രമേ ഉള്ളൂ. ഇതിൽ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് കിട്ടുന്ന കാര്യം നമുക്ക് എല്ലാ ചോദ്യങ്ങളെയും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ 6% വരുന്ന ആളുകൾ നെറ്റ് പാസ്സാകുകയും 1-2% വരുന്ന ആളുകൾ JRF പാസ്സാവുകയും നോർമലി ചെയ്യും. ഈ 1-2 എന്ന് പറഞ്ഞൊരു എക്സാക്ട് കണക്കൊന്നുമല്ല. 6% നോർമലി നെറ്റ് പാസ്സാവുന്നത്. എഴുതിയ പരീക്ഷയിലെ എണ്ണത്തിന്റെ 6% ആൾക്കാരാണ് സബ്ജക്ട് പാസ്സാകുക. അതിൽ തന്നെ റിസർവേഷൻ കാറ്റഗറീസ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുക. നെറ്റ് എക്സാമിനും അങ്ങനത്തെ റിസർവേഷൻസിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ 1-2% നോർമലി ലഭിക്കാറുണ്ട്. പിന്നെ ഇതൊരു മെമ്മറി ടെസ്റ്റ് അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോ ഹെജിമണി ആരാണെന്ന് ചോദിച്ചാൽ ആ ഹെജിമണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഗ്രാംഷിയാണ് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊരു തിങ്കിങ് ടെക്സ്റ്റ് ആണ്. അതായത് ഗ്രാംഷി എന്തുകൊണ്ട് ഹെജിമണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെ ഹെജിമണിയിലുണ്ട്, എന്തൊക്കെയാണ് മേജർ ഏരിയാസ് വരുന്നത്, അത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം. അങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ് നിങ്ങളുടെ ഉള്ളിൽ കൂടി നടക്കണം. എന്നാൽ മാത്രമാണ് ഈ പരീക്ഷ പാസ്സാവത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ആർഗ്യുമെന്റ്സ് ആയിരിക്കും ചോദിക്കുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ രജനി ഗോത്താരിയുടേതാണ് കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോൺഗ്രസ് സിസ്റ്റം? ഇപ്പൊ കോൺഗ്രസ് സിസ്റ്റത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കോൺഗ്രസ് സിസ്റ്റത്തിലുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് സിസ്റ്റം എന്തുകൊണ്ട് ഫെയിലായി മാറി, അങ്ങനെ പറയുന്ന പല കോൺസെപ്റ്റുകൾ, പല ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. എന്താണ് പാർട്ടി ഓഫ് കൺസെൻസസ്,
ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു ആർഗ്യുമെന്റ്സ് ആണ്. ഈ ആർഗ്യുമെന്റിനെ പറ്റി ചോദിക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ പാർട്ടി സിസ്റ്റം, വൺ പാർട്ടി ഡൊമിനൻസ് സിസ്റ്റവും കോൺഗ്രസ് സിസ്റ്റവും തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ രണ്ട് വൺ പാർട്ടി ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്, കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്ന വേറൊരു ഐഡിയ ആണ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ കോൺസെപ്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെ വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, വിഷയത്തെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ മനപ്പാഠം വെച്ചിട്ട് ആൻസർ ചെയ്ത് ജയിക്കാം എന്ന് വിചാരിക്കരുത്. അത്തരത്തിൽ ആൻസർ ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റുന്നത് ഈ വർഷം വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അല്ലാത്തൊരു ചോദ്യങ്ങളിൽ നമുക്ക് അത്തരത്തിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി സിലബസ് ഉണ്ടാക്കുമ്പോൾ 10 യൂണിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. 10 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പല ആൾക്കാർ പല രീതിയിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുക. പക്ഷെ ഞാൻ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന്. ഇപ്പൊ ലെവൽ 1 എന്താണെന്ന് എടുക്കാം. ലെവൽ 1 എന്നുള്ളത് ഒരു നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് ഇതിൽ വരിക. വാട്ട് ഷുഡ് പൊളിറ്റിക്സ് ബി അബൌട്ട്? പൊളിറ്റിക്സ് എന്തിനെ പറ്റിയുള്ളതാണ്? ഇതൊരു നോർമാറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അത് ഇത് എന്തിനെ പറ്റിയുള്ളതാണ്, എന്താണ് ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത്? അതാണ് യൂണിറ്റ് 1-ലും 2-ലും 3-ലും ഉള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റത്തെ ക്ലസ്റ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ആണ്. ഇതെന്ന് പറഞ്ഞൊരു വലിയ മരമാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ വേരുകളാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ ചോദിക്കുക പലതരം പൊളിറ്റിക്കൽ തിയറീസിനെ പറ്റി ചോദിക്കും. വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് 16 തിങ്കേഴ്സിനെ പറ്റി ചോദിക്കും. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് വരുന്ന 21 തിങ്കേഴ്സിനെ പറ്റി ചോദിക്കും. അങ്ങനെ പല ആശയങ്ങളെ പറ്റിയും പല ചിന്തകരുടെ ചിന്തയെ പറ്റിയും ഒക്കെയാണ് പ്രധാനമായും 1, 2, 3 യൂണിറ്റുകൾ വരിക. രണ്ടാമത്തെ യൂണിറ്റ് അതൊരു നോർമാറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഹൗ ഡു സ്റ്റേറ്റ് ആക്ച്വലി വർക്ക് ആൻഡ് ഇന്ററാക്ട്. ഇതൊരു എംപിരിക്കൽ സ്റ്റഡിയാണ്, നോർമാറ്റീവ് സ്റ്റഡി അല്ല. ബേസിക്കലി എങ്ങനെയാണ് സ്റ്റേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റേറ്റ് എങ്ങനെയാണ് ആൾക്കാരോട് ഇടപെടുന്നത് എന്നതൊക്കെയാണ് ഈ 4-5 യൂണിറ്റിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ തിയറീസ് അതിൽ വരും. പിന്നെ ഈ പറയപ്പെടുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ എടുത്തു കഴിയുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എങ്ങനെ വരും, ഇന്റർനാഷണൽ റിലേഷൻസ് എങ്ങനെ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ യൂണിറ്റിൽ വരുന്നത്. നാലാമത്തത് ഇന്ത്യ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്തത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ തിയറി മീറ്റ്സ് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഇപ്പോ ഇന്ത്യന്റെ ഫോറിൻ പോളിസി എന്താണ്, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ് എങ്ങനെയാണ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. 6, 7, 8 വരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി, ലോക്സഭ, രാജ്യസഭ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാത്തിനും എത്തിപ്പെടുത്തും. അതേപോലെ തന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പ്രോസസ് എങ്ങനെയാണ്, വൺ പാർട്ടി ഡൊമിനൻസ് എന്നും പിന്നെ അതിനുശേഷമുണ്ടായ വളർച്ച, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ, പിന്നെ അതിനുശേഷം 1969 കോൺഗ്രസിലെ സ്പ്ലിറ്റ്, അതിൽ ജനതാ പാർട്ടിയുടെ വളർച്ച, അല്ലെങ്കിൽ കോയിലേഷൻ ഗവൺമെന്റിന്റെ വളർച്ച, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന പൊളിറ്റിക്കൽ പ്രോസസ് ഒക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റേറ്റ് ആക്ച്വലി എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അതാണ് ഈ പറയപ്പെടുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പബ്ലിക് പോളിസിയുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് 10 യൂണിറ്റ് ഉണ്ടെങ്കിലും അതിനൊരു 4 ലെവലായിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഫസ്റ്റത്തെ യൂണിറ്റിലായിട്ട് കടത്തി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ തിയറിയാണ്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ കേട്ടിട്ടുള്ള കീ കോൺസെപ്റ്റുകളായ ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്, ഡെമോക്രസി, പവർ, സിറ്റിസൺഷിപ്പ്, അങ്ങനെ പല 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 തിയറീസിനെ പറ്റി, കോൺസെപ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആ പൊളിറ്റിക്കൽ തിയറി തന്നെ വരുന്നതാണ് ലിബറലിസം, കൺസർവേറ്റിസം, സോഷ്യലിസം, മാർക്സിസം, ഫെമിനിസം, എക്കോളജിസം, മൾട്ടികൾച്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ഈ കാര്യങ്ങളൊക്കെ വരുന്ന പൊളിറ്റിക്കൽ തിയറിയാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ PGക്ക് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ
എല്ലാവർക്കും ഓർത്തിരുത്തോളണമെന്നോ എല്ലാം കൃത്യമായി പഠിക്കാൻ അപ്പോൾ സാധിച്ചോളണമെന്നില്ല. കൃത്യമായ ക്ലാസ് ഇതിനെപ്പറ്റി I+ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഐഡിയോളജീസ് എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, ഈ ഐഡിയോളജിയിൽ വരുന്ന സ്കോളേഴ്സ് ആരൊക്കെയാണ്, ഈ സ്കോളേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ്, ഇപ്പൊ ലിബറലിസം തന്നെയാണെങ്കിൽ ഒരു ലിബറലിസം മാത്രമാണല്ലോ, മൾട്ടിപ്പിൾ ലിബറലിസം ഇല്ലേ, അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സോഷ്യലിസം ആണെങ്കിൽ ഒരു സോഷ്യലിസം എന്ന് പറഞ്ഞൊരു ഒറ്റ കാറ്റഗറി ആണോ, അതോ മൾട്ടിപ്പിൾ കാറ്റഗറി ആണോ? മാർക്സിസ്റ്റ് തന്നെയുള്ള പല പല ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് യൂണിറ്റ് 1 യൂണിറ്റ് 2 എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടാണ്. അപ്പൊ അതില് ആൻഷ്യന്റ് ആയ ആൾക്കാരുണ്ട്, മോഡേൺ ആയ ആൾക്കാരുണ്ട്. ഇപ്പൊ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അങ്ങനത്തെ പറയുന്ന ആളുകളുടെ വിഭാഗം. ഇപ്പൊ രണ്ടാമത്തെന്ന് പറയുമ്പോൾ മോഡേൺ ആയ മാക്കബെല്ലി, ഹോബ്സ്, ലോക്ക്, റോസോ, ഹെഗൽ. പിന്നെ വേറെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത ആൾക്കാരാണ് കാറൽ മാക്സ്, ഗ്രാംഷി, അങ്ങനെ മാവോ, റോൾസ്, അങ്ങനെ പറയപ്പെടുന്ന ഹന്ന ആരൻഡ്, അങ്ങനെ പല പല ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇപ്പൊ 3 വേവ് ഓഫ് സ്കോളേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കും. വേവ് 1, വേവ് 2, വേവ് 3. അതിൽ അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ലിബറലിസവും ഈ പറയപ്പെടുന്ന ലോക്കുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യലിസവുമായിട്ട് നമ്മുടെ ഈ പറയപ്പെടുന്ന താഴെ കാണിച്ചിരിക്കുന്ന സ്കോളേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇവ രണ്ടും മാറി മാറി പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല, ഇവ തമ്മിലൊക്കെ ഒരു ഇന്റർ കണക്ഷൻസും ഉണ്ട്. ഇനി നമ്മൾ യൂണിറ്റ് 3 വന്നു കഴിഞ്ഞാൽ പ്യുവർലി ഇന്ത്യൻ ആണ്. ഇന്ത്യൻ തോട്ട് ഇപ്രാവശ്യം വലിയ രീതിയിൽ ഡൊമിനേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് പണ്ട് കാലത്തെ കുറെ സ്കോളേഴ്സിനെ പറ്റി, പ്രത്യേകിച്ച് റൈറ്റ് വിങ് സ്കോളേഴ്സിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേദാസിനെ പറ്റി, അല്ലെങ്കിൽ ആ കാലഘട്ടം എഴുതപ്പെട്ട പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടൊന്നും സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം അങ്ങനെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. സിലബസ് മാത്രമല്ല, സിലബസിനുള്ളിൽ തന്നെ ചെറിയ പൊസിഷനുള്ളിൽ ലൈക്ക് വളരെ വളരെ വേരിയൻസ് ഉള്ള പല പല ലൈക്ക് നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടില്ലാത്ത പോലും പുസ്തകങ്ങളെ പറ്റിയൊക്കെയാണ് പല സമയം ചോദിച്ചു കാണുന്നത്. ഇപ്പൊ ഈ ഏരിയ ഒക്കെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ അതിൽ കൗട്ടില്യ, ധർമ്മശാസ്ത്ര, പിന്നെ തിലക്, ടാഗോർ, വിവേകാനന്ദ, ഗാന്ധി, അംബേദ്കർ, നെഹ്റു, ഇക്ബാൽ, പെരിയാർ, സവർക്കർ, ലോഹിയ, JP. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൈറ്റ് വിങ് ഒരുപാട് ചോദ്യങ്ങൾ റൈറ്റ് വിങ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്കോളേഴ്സിനെ പറ്റി ഈ അടുത്ത് ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഗാന്ധിജിയൊക്കെ എന്തായാലും പ്രധാനമായിട്ടും ചോദിക്കുന്ന ആള് ഗാന്ധിജി, അംബേദ്കർ. അതിന്റെ കൂടെ തന്നെ ഇപ്പോ ദീൻ ദയാൽ ഉപാധ്യായെ പറ്റിയും സവർക്കറെ പറ്റിയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഏരിയാസ് ഒന്നും സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. കാരണം എക്സാമിന്റെ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ സ്റ്റൈലാണെങ്കിലും ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഈ പറയപ്പെടുന്ന ഐഡിയോളജിയിൽ പെടുന്ന ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്ത്യൻ തോട്ടിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ ഒരുപാടാണ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പലതരം അപ്രോച്ചുകൾ വരാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആവാം, പൊളിറ്റിക്കൽ കൾച്ചറലാവാം, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ആകാം, പലതരം റിജീം ടൈപ്പുകളാകാം. ഡെമോക്രാറ്റിക് ആണോ, അതോറിറ്റേറിയൻ ആണോ, അല്ലെങ്കിൽ ഇലക്ഷൻ ആണോ, ലിബറൽ പാർട്ടിസിപ്പേറ്ററി, അങ്ങനെ പറഞ്ഞ പല ഡെമോക്രാറ്റിക് ഫോം ആവാം. ടോട്ടലിറ്റേറിയൻ, ബ്യൂറോക്രസി, മിലിറ്ററി തുടങ്ങിയ അതോറിറ്റേറിയൻ ആവാം. ഇപ്പൊ തമ്മിൽ അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ ഏതൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയ പലതരം കാര്യങ്ങളാവും. പിന്നെ ഉള്ളത് ഡെവലപ്മെന്റ് തിയറീസ് എന്ന് ചോദിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടും, അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഇത് മാത്രമല്ല സിലബസിലുള്ളത്. സിലബസ് ഒന്നുകൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി മനസ്സിലാവും ഇനിയും ഏരിയാസ് കവർ ചെയ്യാനുണ്ടെന്ന്. ഡിപ്പെൻഡൻസി തിയറി ഉണ്ട്, മോഡേണൈസേഷൻ തിയറി ഉണ്ട്, വേൾഡ് സിസ്റ്റം തിയറീസ് ഉണ്ട്. അതിനുശേഷം പിന്നെ പഠിക്കുന്നത് 5ാമത്തെ യൂണിറ്റ് ആണ്. 5ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസിലെ പലതരം ഐഡിയാസ് ഉണ്ട്. റിയലിസം ഉണ്ട്, ലിബറലിസം ഉണ്ട്, കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, ക്രിട്ടിക്കൽ ഉണ്ട്, അങ്ങനെ പല പല ഐഡിയോളജീസ് ഉണ്ട്. ഈ പല പല ഐഡിയോളജീസ് പറഞ്ഞ സ്കോളേഴ്സ് ഉണ്ട്. മോർഗൻദാവ്, വാട്സ് ഒക്കെ പറഞ്ഞിരിക്കുന്ന റിയലിസം ആണ്. നെയ് പറഞ്ഞിരിക്കുന്ന ലിബറലിസം ആണ്. പിന്നെ കൺസ്ട്രക്റ്റിവിസം വെണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാർ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ, ഇവരൊക്കെ ഏത് സ്കൂൾ ഓഫ് തോട്ടിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് UN, ICC, ഇന്റർനാഷണൽ ലോ, WTO, G20, ബ്രിക്സ്, പിന്നെ കുറെ കണ്ടംപററി ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞ 5th യൂണിറ്റ് പഠിക്കും. ഇനി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ ഫോറിൻ പോളിസിയെ പറ്റി 6, 7, 8 പഠിക്കും. നോൺ അലൈൻമെന്റ് ട്രീറ്റി, പിന്നെ കുറെ അതിന്റെ പ്രിൻസിപ്പൾസ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് നെയ്ബറിംഗ് സ്റ്റേറ്റുകളുമായിട്ട് ഫോറിൻ പോളിസി നടപ്പിലാക്കുന്നത്, നമ്മുടെ ഫോറിൻ പോളിസി അമേരിക്കയും ഇന്ത്യയും എങ്ങനെയാണ്, റഷ്യയുമായിട്ട് എങ്ങനെയാണ്, പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. പിന്നെ നമ്മുടെ സ്ട്രാറ്റജീസ് ഓട്ടോണമി എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ USA യും ചൈനയും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്, റഷ്യയും
റഷ്യയിൽ നിന്ന് ഇന്ധനങ്ങൾ ഇറക്കുകയും അതേസമയം തന്നെ US നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സെഷനിൽ പഠിക്കും. പിന്നെ നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻസ് എന്തൊക്കെയാണ്, നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങൾ നമ്മളിപ്പോൾ സാർക്ക് പോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ലുക്കിസ്റ്റ് പോളിസീസ് ഉണ്ടാകും, ഗുജറാത്ത് ഡോക്ട്രൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഭാഗമാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാത്രം പഠിക്കരുത്, അത് എന്തൊക്കെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഏതൊക്കെ ഏരിയാസ് പ്രധാനമായിട്ടും കടന്നിട്ടുണ്ട്, ലിബറൽ ഏരിയാസ് എങ്ങനെയാണ് കടന്നിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇപ്പൊ അല്ലെങ്കിൽ ഇക്വാലിറ്റിയെ പറ്റിയുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയെ പറ്റിയുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, കോൺസെപ്റ്റ് ഓഫ് സിറ്റിസൺസ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായും കവർ ചെയ്യും. പിന്നെ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഫെഡറലിസം എങ്ങനെ, ക്വാസി ഫെഡറലിസം, അതായത് സെൻട്രൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സെൻട്രൽ ഗവൺമെന്റ് വളരെ പവർഫുൾ ആയ സ്ഥാപനമുണ്ട്. ആർട്ടിക്കിൾ 356 എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, GST കൗൺസിൽ വന്നത് എങ്ങനെയാണ് ഫെഡറൽ സിസ്റ്റത്തെ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ പ്രസിഡന്റുമാര്, പ്രൈം മിനിസ്റ്റർ, പാർലമെന്റ്, സുപ്രീം കോടതി, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഈ യൂണിറ്റിൽ കിടക്കും. പിന്നെ പൊളിറ്റിക്കൽ പ്രോസസ് ആണ്. പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ തന്നെ കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്സുകൾ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്, മതപരമായ മൂവ്മെന്റുകൾ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ റീജിയണൽ സ്പെസിഫിക് ആയ മൂവ്മെന്റുകൾ ശക്തി പ്രാപിക്കുന്നുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഇത്തരം രീതികളിലൊക്കെ എങ്ങനെയാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എമേർജ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട സ്കോളേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അങ്ങനെ രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ പറയപ്പെടുന്ന സൈലന്റ് റവല്യൂഷനായ OBC അപ്രൈസിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മണ്ഡൽ കമ്മീഷന് ശേഷമാണ് ഉണ്ടായത്. അപ്പൊ മണ്ഡൽ കമ്മീഷന് ശേഷം എങ്ങനെയാണ് പ്രത്യേകിച്ച് OBC വിഭാഗത്തിലുണ്ടായ പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ് എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ മാറ്റിയത്, ഇപ്പൊ ജഫർ ലോട്ടൊക്കെ അതിനെപ്പറ്റിയാണ് പഠിച്ചിട്ടുള്ളത്. അത്തരം ഏരിയകളൊക്കെ ഇത് പ്രധാനമായി ചോദിക്കാറുണ്ട്. പിന്നെ സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് പലതരം മൂവ്മെന്റുകളുണ്ട്, ദളിത് മൂവ്മെന്റുകളുണ്ട്, ട്രൈബൽ മൂവ്മെന്റുകളുണ്ട്, വുമൺ മൂവ്മെന്റുകളുണ്ട്, ഫാമേഴ്സ് മൂവ്മെന്റ്സുകളുണ്ട്, ലേബർ മൂവ്മെന്റുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ് എലക്ഷൻ ട്രെൻഡുകൾ മാറി പറഞ്ഞത്, ഈ കോൺഗ്രസ് സിസ്റ്റത്തിൽ നിന്നും കോയിലേഷനരായിട്ടും പുതിയ ന്യൂ മെജോറിറ്റേറിയനിസം, BJP ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ന്യൂ മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകളിലേക്ക് എലക്ഷൻ വഴി എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ 10ാമത്തത് എന്ന് പറയുന്ന യൂണിറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പലതരം തിയറീസ് ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഗുഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗുഡ് ഗവേണൻസ് അല്ല, പല സ്കോളേഴ്സ് അവരുടെ പല ഒബ്ജക്റ്റീവ്സ്, അവരുടെ പല തിയറീസ്, ബ്യൂറോക്രാറ്റിക് തിയറി ആയിക്കോട്ടെ, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആയിക്കോട്ടെ, ഹ്യൂമൻ റിലേഷൻ ആയിക്കോട്ടെ, അങ്ങനെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് തിയറി ആയിക്കോട്ടെ, ഇത്തരം പല തിയറീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വെബർ, ടൈലർ, മേയോ, പോലത്തെ പല സ്കോളേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ യൂണിറ്റ് 9 പരിശോധിക്കുന്നത്. യൂണിറ്റ് 10 എന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് ആണ്. ഗുഡ് ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിൽ RT ആക്ട് ഉണ്ട്, പഞ്ചായത്ത് രാജ് ഉണ്ട്, നീതി ആയോഗ്സ് ഉണ്ട്, പല ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, അമെന്റ്മെന്റ്സുകൾ ആയിക്കോട്ടെ, പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് നീതി ആയോഗ് വന്നതായിക്കോട്ടെ, നരേഗ ആയിക്കോട്ടെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആയിക്കോട്ടെ, NRSM ആയിക്കോട്ടെ, ഫുഡ് സെക്യൂരിറ്റി ആയിക്കോട്ടെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലോക്പാൽ, ലോകായുക്ത, എന്ത് വിഷയങ്ങളാണെങ്കിലും ഗവൺമെന്റ് പോളിസീസുമായി ബന്ധപ്പെട്ട് നിലവിലെ പോളിസീസുകൾ എന്തൊക്കെയാണ്, കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ ഗവൺമെന്റ് പോളിസീസ് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂണിറ്റ് 10 പ്രധാനമായും ചോദിക്കാറുണ്ട്. ഇതാണ് പ്രധാനമായി സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോ പറഞ്ഞത് വളരെ ഒരുപാടുണ്ടെങ്കിലും ലൈക്ക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ വെറുതെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി അണ്ടർസ്റ്റാൻഡിങ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സുകളായിട്ട് നടക്കും. പക്ഷെ ഇതിന് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ് സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലല്ല. ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് JRF അടിക്കാനുള്ള ഒരു എളുപ്പ വഴി, അല്ലെങ്കിൽ നമുക്കതൊരു ടാക്ടിക്സ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് സിലബസ് എടുത്തോ, ഏത് സിലബസ് എടുത്താലും ഒരു യൂണിറ്റും മറ്റൊരു യൂണിറ്റും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ യൂണിറ്റിനും നമ്മൾ എല്ലാം തറവായിട്ട് പഠിക്കേണ്ടതില്ല. ഈ കണക്ഷൻ മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ യൂണിറ്റ് 1 ലിബറലിസം ഉണ്ട്. ഓക്കെ, ലിബറലിസം യൂണിറ്റ് 1 യൂണിറ്റ് 2 ലോക്കും ഉണ്ട്. ലോക്ക് വൺ ഓഫ് ദ ഈ ലിബറലിസം പറ്റി കൂടുതലായി പഠിച്ചിട്ടുള്ള സ്കോളറാണ് ലോക്ക്. അപ്പൊ ലിബറലിസം പഠിക്കുമ്പോൾ തന്നെ ലോക്ക് എന്തൊക്കെ പറഞ്ഞു നമ്മൾ പഠിക്കും. അതിനുശേഷമാണ് നമ്മൾ ലോക്കിനെ പറ്റി പഠിക്കുക. അപ്പൊ ഓൾറെഡി നമ്മൾ ലിബറലിസ്റ്റ് ലോക്കിനെ പറഞ്ഞ ലിബറലിസ്റ്റിൽ എന്തൊക്കെയാണ് ലോക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ കുറെ ഏരിയ അവിടെ കവർ ചെയ്യും. ബേസിക്കലി ഇവ രണ്ടും ഓവർലാപ്പ് ചെയ്തു വരും.
അപ്പൊ കുറെ ഏരിയാസ് ഒക്കെ 2 യൂണിറ്റിലും സിമിലർ ആയിരിക്കും. ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് 7ലും ഉണ്ട്. വിച്ച് മീൻസ് 1, 2, 7 യൂണിറ്റിലെ പല ഐഡിയാസും ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് കിടക്കുക. നമുക്ക് ഒന്ന് പഠിച്ചാൽ അത് മറ്റ് 2 യൂണിറ്റുകളിലും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ 10 യൂണിറ്റ് പഠിക്കാൻ വളരെ കഷ്ടപ്പെടുമ്പോൾ ഈ കണക്ഷൻ വെച്ച് നമ്മൾ പഠിക്കണം. എന്നാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ എടുക്കാം. അതാണ് മാർക്സിസം. മാർക്സിസത്തെ പറ്റി യൂണിറ്റ് 1ലുണ്ട്. യൂണിറ്റ് 2ലാണ് മാർക്സും ഗ്രാംഷിയെ പറ്റിയും അവരുടെ പൊളിറ്റിക്കൽ ഐഡിയയെ പറ്റിയും പറയുന്നത്. മാർക്സിസം പറയുമ്പോൾ മാർക്സിനെ പറയാതെ കടക്കല് അസാധ്യമാണ്, നടക്കില്ല. അപ്പൊ നമ്മൾ മാർക്സിസം പഠിക്കുമ്പോൾ മാർക്സിനെ പറ്റിയും പഠിക്കും. മാർക്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ ഗ്രാംഷിയാണ്. ഗ്രാംഷിയിൽ അതിനിടയ്ക്ക് കുറെ സ്കോളേഴ്സ് വരുന്നുണ്ട്, ലെനിൻ വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പിന്നീട് നമ്മൾ ഗ്രാംഷിയെ പറ്റിയും മാർക്സിസത്തെ പഠിക്കും. അപ്പൊ ഈ പറയപ്പെടുന്ന യൂണിറ്റ് 2 2 പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആയ മാർക്സും ഗ്രാംഷിയും നമ്മൾ മാർക്സിസത്തെ ഓൾറെഡി കവർ ചെയ്ത സ്കോളേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ യൂണിറ്റ് 2 വരുമ്പോൾ ഈ 2 സ്കോളേഴ്സിനെ പറ്റിയും പ്രത്യേകമായിട്ട് പിന്നെ വീണ്ടും പഠിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ നേരെ കണക്ട് ചെയ്യാൻ പോകുന്ന IR-ലേക്കാണ്. IR-ൽ നമ്മൾ സ്ട്രക്ചറൽ മാർക്സിസം എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്. ആ സ്ട്രക്ചറൽ മാർക്സിസത്തെ പറ്റി യൂണിറ്റ് 5 മനസ്സിലാക്കുമ്പോഴും പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഗ്രാംഷിന്റെയോ മാർക്സിന്റെയോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ നോക്കി ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ കണക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവ തമ്മിലെല്ലാം ബന്ധപ്പെട്ട് കിടക്കുക. ഇപ്പൊ സ്ട്രക്ചറൽ മാർക്സിസത്തെ പറ്റി പറയുമ്പോൾ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് ആയിരിക്കുമല്ലോ ഈ പറയപ്പെടുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ആ സ്ട്രക്ചറൽ മാർക്സിസ്റ്റ് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അംബേദ്കർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂണിറ്റ് 3ലുണ്ട്. അംബേദ്കറെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായാലും ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ പഠിക്കും. ഇത് യൂണിറ്റ് 8ലുണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഫോർ SC and ST ഇതിവിടെ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇവിടെ നിങ്ങോടും അവിടെ നിങ്ങോടും കണക്റ്റഡ് ആണ്. സോ ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന. അപ്പൊ അംബേദ്കറെ പഠിക്കുമ്പോൾ തന്നെ കുറെ ദളിത് മൂവ്മെന്റുകൾ കവർ ചെയ്യും. അംബേദ്കറെ പഠിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് SC ST പ്രൊവിഷൻസ് വന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഈ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. സോ വിച്ച് മീൻസ് ഇറ്റ്സ് വെരി ഈസി ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ തന്നെ അതിലെ പല ഏരിയാസും ലൈക്ക് നിങ്ങൾ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ യൂണിറ്റ് മാത്രമല്ല കംപ്ലീറ്റ് ചെയ്യുക, മറ്റ് പല യൂണിറ്റിലെ കുറെ ഏരിയാസും കൂടി കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ കൊളോണിയലിസത്തെ പറ്റി പഠിക്കും നമ്മൾ യൂണിറ്റ് 4ൽ. ഡീകൊളോണിയലിസത്തെ പറ്റി പിന്നെ പഠിക്കും. അപ്പോൾ ഈ ഡീകൊളോണിയലിസം എങ്ങനെയാണ് പോസ്റ്റ് കൊളോണിയൽ ഫോറിൻ പോളിസീസിനെ അഫക്ട് ചെയ്ത് യൂണിറ്റ് 6ൽ വരും. അതൊരു കണക്ഷനാണ്. ഇപ്പൊ കൊളോണിയലിസം യൂണിറ്റ് 4ൽ, ഡീകൊളോണൈസേഷൻ ഏത് ചാപ്റ്ററിലാണ് ഞാൻ വിട്ടുപോയി. പിന്നെ പോസ്റ്റ് കൊളോണിയലിസം, ഇത് മൂന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നാമിനെ പറ്റി പഠിക്കുക. നാമിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഓട്ടോണമിറ്റി പഠിക്കും. അങ്ങനെ തന്നെ നമ്മൾ ഇന്ത്യയിലെ കറണ്ട് മൾട്ടിപോളർ എൻഗേജ്മെന്റ് പഠിക്കും. ഇതെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സിലബസിനെ മുഴുവൻ ഒന്നേം വെച്ച് തുടങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ഭാഗം പഠിക്കുമ്പോൾ സിലബസിലെ മറ്റൊരു ഭാഗം കൂടി കവർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലോബലൈസേഷനെ പറ്റി നിങ്ങൾ യൂണിറ്റ് 5 പഠിക്കും. അപ്പൊ ഇന്ത്യയുടെ ന്യൂ എക്കണോമിക് പോളിസി 1901 പറ്റി പഠിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, നീതി ആയോഗ് പോലത്തെ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ കണക്ഷൻസ് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊന്നും ഒരു ഐസൊലേറ്റഡ് ഫാക്ട് അല്ല. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു യൂണിറ്റിൽ ഒരു ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ അത് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ചോദ്യമല്ല. അത് നമ്മൾ ആദ്യം പഠിച്ച മറ്റേതെങ്കിലും ഒരു യൂണിറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ഒരു യൂണിറ്റുമായിട്ടോ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലൈക്ക് എന്തായാലും നിങ്ങൾക്ക് ചോദ്യവും ഉത്തരവും നിങ്ങളുടെ മുമ്പിൽ തരും. അതിൽ ഉത്തരം ഏതാന്ന് എടുത്തെഴുതുക മാത്രമാണ് നിങ്ങളുടെ പരിപാടി. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഒരു തിങ്കിങ് പാറ്റേണിലൂടെ കൂടെ ആൻസേഴ്സ് പലതും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു കണക്ഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നെറ്റിലും നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇത് പഠിക്കുന്ന സമയത്തും ഇത് വലിയ രീതിയിൽ ഉപകാരം ചെയ്യും. ഓൾസോ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചല്ലോ എന്ന് ഓർത്ത് പിന്നെ നിങ്ങളത് വിടരുത്.
റിവിഷൻ എന്തായാലും ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് അതിന് പ്ലാൻ വേണം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര തവണ റിവിഷൻ ചെയ്യും? എന്തായാലും വീക്ക്ലി റിവിഷൻസോ മന്ത്ലി റിവിഷൻസോ അത്യാവശ്യമാണ്. കാരണം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ റിവിഷൻസ് എന്ന് പറയുന്ന ഒറ്റ റിവിഷനല്ല, മൾട്ടിപ്പിൾ റിവിഷൻസ് ആവശ്യമാണ്. ആ നിങ്ങളുടെ എക്സാമിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ പ്രോപ്പറായ ഒരു ടൈം ടേബിൾ ഫിറ്റ് ചെയ്യണം. ഇന്ന യൂണിറ്റ് ഇത്ര ദിവസം പഠിക്കും, ഇന്ന യൂണിറ്റ് ഇത്ര യൂണിറ്റ് പഠിക്കും, ഇന്ന യൂണിറ്റ് ഇത്ര ദിവസം പഠിക്കും. അങ്ങനെ ഒരു യൂണിറ്റ് മാത്രം പഠിക്കാനായി ഒരുപാട് സമയം ചെലവരുത്. മൾട്ടിപ്പിൾ യൂണിറ്റ്സ് പഠിക്കണം. കാരണം ഒരു യൂണിറ്റിൽ നിന്ന് ഒരു മിനിമം ക്വസ്റ്റ്യനെ ചോദിക്കൂ, അതേപോലെ എല്ലാ യൂണിറ്റിൽ നിന്നും ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ യൂണിറ്റും കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഡിഫിക്കൽട്ട് ഏരിയാസ് ഏതാണ്. ഡിഫിക്കൽട്ട് ഏരിയാസിൽ കൂടുതൽ സമയം കൊടുക്കുക. അതൊരു കൂടുതൽ സമയം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാസ്റ്റർ ആവുക എന്നുള്ളതല്ല, നിങ്ങളിത് ഒരു ആൻസർ കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ വളരാന്നുള്ളതാണ്. പിന്നെ ഒരു ബാലൻസ് സ്റ്റഡി ആയിരിക്കണം. ബാലൻസ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏരിയയിൽ മാത്രം പഠിക്കുകയും മറ്റേ ഏരിയ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതല്ല. എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു ബേർഡ് ഐ വ്യൂ, ഒരു ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ പക്ഷി കാണുന്ന പോലെ എല്ലാ ഏരിയസിനെയും നിങ്ങൾക്ക് ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ റിവിഷൻ, പ്രാക്ടീസ് തുടങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഞാൻ പ്രധാനമായി പറയുന്നത് ഈ പറയപ്പെടുന്ന യൂണിറ്റ് കണക്ഷൻസ് ആണ്. നിങ്ങളൊന്നും ഐസൊലേറ്റഡ് ആയിട്ട് പഠിക്കരുത്. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ഇത് വേറൊന്നുമായിട്ട് വലിയ രീതിയിൽ കണക്ഷൻസ് ഉണ്ട്, ഓവർലാപ്പിംഗ് ഉണ്ട്. നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മറ്റൊന്നിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, സിലബസ് നന്നായി നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി നോക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൽ എക്സാമിന് സമയം നമുക്ക് ആവശ്യത്തിലധികം കിട്ടും. ഫസ്റ്റ് പേപ്പറിന് അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. സെക്കൻഡ് പേപ്പറിൽ നമുക്ക് സമയം കിട്ടും, സമയം കിട്ടായ്മയൊന്നുമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം കൺസേൺ ആവേണ്ട കാര്യമില്ല. 3 മണിക്കൂർ സമയമാണ്, ഇഷ്ടം സമയം നമുക്ക് ലഭിക്കും. സമയം ആവശ്യത്തിൽ അധികം ലഭിക്കുന്നതിനാണ് ഞാൻ എഴുതിയ കാലം വരെ എനിക്കുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതിനുശേഷമുള്ള ആളുകൾ ഇത് തന്നെയാണ് പറഞ്ഞത്, സമയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഇല്ല. പക്ഷെ എങ്ങനെ ഈ ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഫോറിൻ പോളിസീസ് ഒക്കെ. ഗവൺമെന്റ് ഫോറിൻ പോളിസികളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനത്തെ ഏരിയാസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ്, ഏത് ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാവും. ആ ഏരിയാസിലായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെയാണ് ഒരു ജനറൽ ഔട്ട്ലുക്ക് ആയിട്ട് പറയാനുള്ളത്. നീ എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം.